ദൈവം കരുണയ്ക്കുള്ളിലെ കരുണയാണെന്നും കാരുണ്യം കാട്ടണം എപ്പോഴും എന്നും നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ ഇന്ന് പറയുന്നു, കരുണ കുറക്കണം. ചിലയിടങ്ങളിൽ ചിലരോട് കരുണ കാട്ടരുത് എന്നും ഞാൻ പറയുന്നു. കരുണയില്ലാതെ എന്നെ കല്ലെടുത്ത് കൊല്ലും മുമ്പ് കരുണാപൂർവ്വം എന്നെ ഒന്ന് കേൾക്കണം. എന്തുകൊണ്ട് ഞാനങ്ങനെ പറയുന്നു? ചിലരോട് ചിലയിടങ്ങളിൽ കരുണ കാട്ടരുത്, കരുണ കുറക്കണം. കാരണം ഒന്ന്, അമിതമായ കാരുണ്യം ചിലരുടെ ഭാവി കെടുത്തിക്കളയും. പഴയ നാടകത്തിൽ വലിയ കുറ്റവാളി കോടതി സമക്ഷം ഹാജരാക്കപ്പെടുകയാണ്. ന്യായാധിപൻ അയാളെ വധശിക്ഷയ്ക്ക് വിധിച്ചു. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് സങ്കടമൊന്നുമില്ല, കഴുമരത്തിൽ ഏറ്റപ്പെടുവാൻ എല്ലാ തരത്തിലും അർഹനാണ് ഞാൻ. പക്ഷേ എന്നെ കഴുമരത്തിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് 1000 വട്ടം എൻ്റെ മാതാപിതാക്കളെ കഴുമരത്തിൽ കൊണ്ടുവന്ന് അവരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കണം. കാരണം എൻ്റെ ചെറുപ്രായത്തിൽ അറിവില്ലാതെ ഞാൻ ചെയ്യുന്ന ചെറിയ തെറ്റുകൾ അവർ കണ്ണടച്ച് മാറ്റിക്കളഞ്ഞു. അവർ വലിയ കരുണ കാണിക്കുന്ന മട്ടിൽ എൻ്റെ തെറ്റ് തിരുത്തിയില്ല. പിന്നെ വലിയ തെറ്റ് ചെയ്തപ്പോഴും വലിയ കാരുണ്യം കാണിക്കുന്ന മട്ടിൽ അവർ തിരുത്തിയില്ല. ചെറുതിൽ നിന്നും വലുതിലേക്ക് വന്നു, പിന്നെ വലിയ കൊലപാതകയായി, കുറ്റവാളിയായി ഞാൻ മാറി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്നെ കൊല്ലും മുമ്പ് 1000 വട്ടം എൻ്റെ മാതാപിതാക്കളെ കൊല്ലണം. നിങ്ങൾ അസ്ഥാനത്ത് കാണിക്കുന്ന കാരുണ്യം ചിലരുടെ ഭാവി കെടുത്തിക്കളയും. 2, അസ്ഥാനത്തുള്ള അമിതമായ കാരുണ്യം വളർച്ച മുരടിപ്പിച്ച് കളയും. കുഞ്ഞു നോക്കുമ്പോൾ കൊക്കൂടിനകത്തെ ബട്ടർഫ്ലൈ വല്ലാതെ കഷ്ടപ്പെട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കൊക്കൂടൊന്ന് ബ്രേക്ക് ചെയ്താലേ പുറത്തേക്ക് വരാൻ പറ്റൂ. അതിൻ്റെ പരാക്രമം കണ്ട് കുഞ്ഞിനലിവ്, വല്ലാത്തൊരു കാരുണ്യം. കുഞ്ഞ് വന്നിട്ട് കൊക്കൂട് പതുക്കെ മുറിച്ച് നീക്കാൻ തുടങ്ങി. അവൻ്റെ അപ്പൻ ഓടി വന്നു. എന്നിട്ട് പറഞ്ഞു, മണ്ടത്തരം കാട്ടാതിരിക്കുക, ഇവിടെ നീ കാരുണ്യമല്ല പ്രദർശിപ്പിക്കേണ്ട, വിവേകമാണ്. ആ കൊക്കൂൺ മുറിക്കുവാൻ വേണ്ടി ബട്ടർഫ്ലൈ ചിറകിട്ടടിക്കുമ്പോൾ ആ ചിറകിലേക്ക് വന്ന് വീഴുന്ന സ്രവമാണ് അതിൻ്റെ കരുത്തായി മാറുക. നീ ആ കൊക്കൂൺ സ്വയം ഭേദിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ചിത്രശലഭത്തിന് പറക്കാനാവില്ല. അപ്പോൾ നീ കാരുണ്യം കാണിച്ച് ആ ചിത്രശലഭത്തിൻ്റെ വളർച്ചയെ മുരടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ബ്രിട്ടീഷ് കരിക്കുലത്തിൽ ഇങ്ങനെ ഒരു എക്സ്പ്രഷനുണ്ട്, ബി ക്രൂവൽ ടു ബി കൈൻഡ്. എൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ വിദ്യാർത്ഥികളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കാരുണ്യം കാട്ടേണ്ടത് ചില ക്രൂരതയോട് കൂടിയാണ്. അതായത് നിങ്ങൾ ക്രൂരമായിട്ട് ചില നേരത്ത് അവരെ ശിക്ഷിക്കേണ്ടി വരും. ക്രൂരത എന്ന് പറയുന്നത് കണ്ണിൽ ചോരയില്ലാതെ അവരെ പീഡിപ്പിക്കണമെന്നല്ല, മറിച്ച് ഇപ്പോൾ ക്യാൻസർ വന്ന ഒരാളെ ഡോക്ടർ കാരുണ്യത്തോടു കൂടി ലേപനം വെറുതെ പുരട്ടി വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണെങ്കിൽ അകത്ത് ജീർണിച്ച് അയാൾ മരിച്ചു പോകും. സോ ഹി ഹാസ് ടു കട്ട് ഇറ്റ് ഓപ്പൺ. ക്രൂരതയോടുകൂടി ആ മുറിവുള്ള ഭാഗം അയാൾ ഒന്നും കൂടി വലുതാക്കി അകത്തുള്ള ജീർണകോശങ്ങൾ എടുത്ത് കളയണം, എന്നാലേ അയാൾക്ക് ജീവൻ ഉണ്ടാവുകയുള്ളൂ. സോ യു ഹാവ് ടു ബി ക്രൂവൽ ടു ബി കൈൻഡ്. കൈൻഡ്നെസ്, ദയാർദ്രത കാണിക്കാൻ നിങ്ങളിടയ്ക്ക് ക്രൂരത പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. 3, അമിതമായ കാരുണ്യം നിങ്ങളിൽ തന്നെ നീതി നിഷേധിച്ചു കളയും. കർത്താവിനെക്കുറിച്ച് പറയുക, കർത്താവ് ആൾക്കൂട്ടത്തിൽ ഫീസ്റ്റിംഗ് നടത്തി. ആൻഡ് ഹി ഫാസ്റ്റഡ് അലോൺ. ഒറ്റയ്ക്ക് പോയി പ്രാർത്ഥിച്ചു, വിജനതയിൽ ഉപവസിച്ചു. ഒരുപാട് സമയം ആൾക്കൂട്ടത്തിലായിരുന്ന ആൾ തൻ്റെ ആ ദൈവീകത നിലനിർത്തുവാൻ വേണ്ടി ഒറ്റയ്ക്കായിരുന്നു, പ്രാർത്ഥനയിൽ നിന്നു. അപ്പോൾ ഇടയ്ക്ക് നമ്മളോട് തന്നെ കാരുണ്യം കാണിക്കണം. അമിതമായ കാരുണ്യം കാണിക്കുന്ന ആളുകൾ ചില നേരങ്ങളിൽ അവരോട് തന്നെ അനീതി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ ഒന്നും ചെയ്യാതെ നാട്ടിലെ കാര്യങ്ങൾ മുഴുവൻ ഓടിറന്ന് ചെയ്യുന്ന ഒരാൾ ആ വീടിനോട് കരുണയില്ലായ്മയാണ് കാണിക്കുക, തന്നോട് തന്നെ അനീതിയാണ് കാണിക്കുക. ഭക്ഷണം കൃത്യമായി കഴിക്കാതെ ഓടി കിടക്കുന്ന ഒരാൾ അയാളുടെ ശരീരത്തോട് അനീതിയാണ് കാണിക്കുന്നത്. പ്രാർത്ഥനയുടെ ഒരു ആചാര്യൻ പ്രാർത്ഥനാ സമയം മുഴുവൻ മാറ്റിവെച്ചുകൊണ്ട് വർക്ക് ഈസ് വർഷിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഓടി കിടക്കുകയാണെങ്കിൽ അയാൾക്ക് ഫൗണ്ടേഷൻ ഇല്ലാതെ അയാൾ കയ്യടിയുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇമേജ് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി അയാൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ അയാളോട് തന്നെ അനീതി കാണിക്കുകയാണെന്ന് അയാളും തിരിച്ചറിയും, ലോകം മുഴുവനും തിരിച്ചറിയും. അപ്പോൾ അമിത കാരുണ്യം തന്നോട് തന്നെ നീതി കാണിക്കാതിരിക്കലാണ്. അടുത്തതായിട്ട്, അമിത കാരുണ്യം ചില ബന്ധനങ്ങളിൽ നിങ്ങളെ കുടുക്കിക്കളയും. അതായത് വേണ്ടിടത്ത് യെസ് പറയുക എന്നുള്ളതാണ് നല്ല ഒരു ക്വാളിറ്റി. വേണ്ടിടത്ത് നോ പറയുന്നത് അതിലും വലിയ ക്വാളിറ്റിയാണ്.
നിങ്ങളുടെ സുഹൃത്ത് നിങ്ങൾ നിരന്തരം കള്ളുകുടിക്കാൻ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. ആ സുഹൃത്തിനോടുള്ള കരുണാർദ്രത നിമിത്തം നിങ്ങൾ ഇത്രയും നാളെ എസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കീശ കാലിയായിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ കുടുംബ ബന്ധം ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ്. സോ യു ഹാവ് ടു ബി ക്രൂവൽ ഇനഫ് ടു സേ നോ. അത് യഥാർത്ഥ കാരുണ്യമാണ്. അപ്പോൾ കാരുണ്യം അമിതമായി കഴിഞ്ഞാൽ കുടുംബ ബന്ധങ്ങളിൽ വിള്ളൽ വരും. നിങ്ങൾ ചില കുടുങ്ങിപ്പോകലിൻ്റെ അവസ്ഥയിലേക്ക് വീണ് പോവുകയും ചെയ്യും. അടുത്തതായിട്ട്, കാരുണ്യം അമിതമായി കഴിഞ്ഞാൽ അഭിനയം കൂടും. കാരണം പല ആളുകളും കാരുണ്യം കാണിക്കുന്നത് ആളുകളുടെ കയ്യടി കിട്ടുവാൻ വേണ്ടിയാണ്. ഫരിസേയരെക്കുറിച്ച് പറയുക, അവർ വെനസ്ഡേയ്സിലാണ് ഈ പാവങ്ങൾക്ക് ദാനധർമ്മം മറ്റും നടത്തിയിരുന്നത്, ഉപവാസം നടത്തിയിരുന്നത് ആ ദിവസങ്ങളിൽ തന്നെയാണ്. എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്യുന്നു? വെനസ്ഡേ മാർക്കറ്റ് ഡേ ആണ്. ഇവരിതൊക്കെ ചെയ്യുന്നത് മാർക്കറ്റിൽ വന്നിരുന്നാണ്. പെരുമ്പറ മുഴക്കി, കാഹളം മുഴക്കി ആളുകളുടെ മുമ്പിൽ വെച്ചാണ് ദാനധർമ്മം. അപ്പോൾ ഒരു ഇമേജ് കാത്തുസൂക്ഷിക്കാൻ വേണ്ടി ഞാൻ നല്ല പിള്ള ചമയും. അങ്ങനെ നല്ല പിള്ള ചമയാൻ ഞാൻ ശ്രമിക്കുന്നതിനിടയിൽ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ വലിയ കരുണയൊന്നുമില്ല. എൻ്റെ വീട്ടുകാർക്കറിയാം എൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന്. പക്ഷേ പുറത്ത് അഭിനയത്തോട് അഭിനയം. അങ്ങനെ അഭിനയം കാണിച്ച് എൻ്റെ ഇമേജ് കാത്തുസൂക്ഷിക്കുവാൻ വേണ്ടി പെടാപ്പാട് പെട്ട് അവസാനം ബെസ്റ്റ് ആക്ടറുടെ കപ്പ് കിട്ടും. ജീവിതം കൈവിട്ട് പോവുകയും ചെയ്യും. അടുത്ത അമിത കാരുണ്യത്തിൻ്റെ പ്രശ്നം. അമിത കരുണ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ചൂഷണം കൂടും. പീപ്പിൾ ടേക്ക് ഗ്രാൻഡ് ഓഫ് ദ കൈൻഡ് പീപ്പിൾ. കൈൻഡ് പീപ്പിൾ ആർ ടേക്കൺ ഗ്രാൻഡ് ഓഫ്. അതായത് അവരെ വെറുതെ ചൂഷണം ചെയ്യും. ചായാവുന്നൊരു മതിലാണത്. അല്ലെങ്കിൽ ഇത്തിക്കണ്ണി സ്വഭാവമുള്ള മനുഷ്യർക്ക് ചെന്ന് ചേക്കാറാവുന്ന ഫലസമൃദ്ധമായ ഒരു വൃക്ഷമാണത്. ആ വൃക്ഷത്തിൻ്റെ ചോരയും നീര് അവർ ഊറ്റിക്കുടിച്ച് അവരുടെ പെരുപ്പം അവർ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്തിക്കണ്ണി സ്വഭാവമുള്ള മനുഷ്യർക്ക് ചേക്കേറാവുന്ന ചില്ലയായിട്ട് ഞാൻ നിന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. അവിടെ സത്യത്തിൽ സ്നേഹമൊന്നുമില്ല, അവിടെ സത്യത്തിൽ കരുണയുമില്ല. ഒരു തരം നിസ്സഹായതയിൽ ഞാൻ ചിലരെ ചുമന്നുകൊണ്ട് കിടക്കുകയാണ്. ഈ നാറുന്നവരെ ചുമക്കുന്നവൻ നാറിയായി മാറും എന്നുള്ളത് സാധാരണ ജീവിതത്തിൻ്റെ ഒരു ചിന്തയാണ്. പഴമക്കാരങ്ങനെയാണ് പറയുക. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തിനാണ് ആവശ്യമില്ലാതെ ചിലരെ ചുമന്നുകൊണ്ട് കിടക്കുക? അവിടെ കരുണയല്ല എന്ന് ഓർത്തേക്കുക. അവിടെ നമ്മൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദുർബലതയാണ്. അപ്പം അടുത്ത പ്രശ്നം അതുതന്നെയാണ്. നമ്മൾ കരുണ കാട്ടി 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 അങ്ങേയറ്റം ദുർബലരായി മാറും. നമ്മുടെ ഏറ്റവും വലിയ കരുത്ത് എന്താണ്? നോ പറയേണ്ടിടത്ത് നോ പറയുക എന്ന കരുത്താണ്. ഏറ്റവും ടഫസ്റ്റ് വാക്ക് നോ എന്ന വാക്കാണ്. കാരണം ചില മനുഷ്യർക്ക് നോ എന്ന് പറയാൻ എന്ത് ബുദ്ധിമുട്ടാണ്. അവർ പെടാപ്പാട് പെടുകയാണ്. പക്ഷേ ഈ നോ പറഞ്ഞു തുടങ്ങുന്നിടത്താണ് അവരുടെ ജീവിതത്തിൻ്റെ താളം അവർ വീണ്ടെടുക്കുക. അപ്പോൾ നിങ്ങൾ ഒരിക്കലും നോ പറയാത്ത ആളാണ്. അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് ജീവിതത്തിൽ സന്തോഷിക്കുക, വളരുക? അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നോ പറയുവാനായിട്ട് പഠിച്ചെടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് തിരിച്ചറിയുക. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ധ്യാനമാക്കി മാറ്റുക. എന്നിട്ട് സ്വയം പറയുക, കാരുണ്യം നല്ലത്, കാരുണ്യം ദൈവഭാവം, അമിത കാരുണ്യം ദൈവഭാവമല്ല. എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി, നിങ്ങളുടെ അമിത കാരുണ്യം നിമിത്തം നിങ്ങളുടെ കുടുംബം പൊറുതിമുട്ടുകയാണെങ്കിൽ എന്നെ ഒന്ന് ശ്രദ്ധിക്കുക. 3 കാര്യങ്ങളെങ്കിലും ഈ അമിത കാരുണ്യം മാറ്റുവാൻ വേണ്ടി ചെയ്യുക. 1, ആവർത്തിച്ച് ഞാൻ പറയുന്നതാണ്, നോ പറയേണ്ടിടത്ത് നോ പറയാൻ പരിശീലിക്കുക. ആവർത്തിച്ച് തന്നെ പറയുകയാണ്, ടഫസ്റ്റ് വേർഡാണ് ചിലർക്കെങ്കിലും. പക്ഷേ നോ പറയേണ്ടിടത്ത് നോ പറയാൻ ഞാൻ തയ്യാറാകണമെന്ന് എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, പരിശീലിക്കുക. രണ്ടാമതായിട്ട്, നിങ്ങൾക്ക് തന്നെ ക്വാളിറ്റി ടൈം നിങ്ങൾ കൊടുക്കുക. നിങ്ങളുടെ കുടുംബത്തിന് ക്വാളിറ്റി ടൈം ഉണ്ടാകണം. നാട്ടുകാരെ മുഴുവൻ സമുദ്ധരിക്കുവാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഒരാൾ സ്വന്തം വീടിൻ്റെ മുറ്റത്തെ തോട്ടത്തിലെ ചെടികളൊക്കെ കരിഞ്ഞ് കിടക്കുന്ന കാഴ്ച കണ്ടിട്ടില്ലെങ്കിൽ അയാൾ അന്ധനാണ്. അതുകൊണ്ട് സ്വന്തം വീടിനോട് കരുണ കാണിക്കണം. ക്വാളിറ്റി ടൈം തൻ്റെ ശരീരത്തോട്, തൻ്റെ ആത്മാവിനോട്, തൻ്റെ ഹൃദയത്തോട് കാണിക്കണം. തൻ്റെ കുടുംബത്തിനും ക്വാളിറ്റി ടൈം നൽകണം. ഓർത്തേക്കണം, സെൽഫിഷാകുന്നത് അത്ര മോശം കാര്യമല്ല. ചില നേരങ്ങളിൽ
ഒരല്പം സെൽഫിഷ്നെസ് നമുക്ക് ആവശ്യമുണ്ട്. ഈ സ്വാർത്ഥൻ എന്ന പദം തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും മോശം പദമൊന്നുമല്ല. ചില നേരങ്ങളിൽ അല്പം സെൽഫിഷ്നെസ് വേണം. ഈ സെൽഫിഷ്നെസ് എന്ന് പറയുന്നത് സെൽഫ് റെസ്പെക്റ്റിൻ്റെ ഭാഗമാണ്, ചില നേരങ്ങളിലെങ്കിലും സെൽഫ് വർത്തിൻ്റെ ഭാഗമാണ്, സെൽഫ് കെയറിൻ്റെ ഭാഗമാണ്. അതുകൂടി ഒന്ന് മനസ്സിലാക്കുക. മൂന്നാമതായിട്ട് ചില രക്തരക്ഷസിൽ നിന്നും ഓടി ഒളിക്കുക. അതായത് വമ്പയേഴ്സ് എന്ന ഇംഗ്ലീഷ് പ്രയോഗം ഉണ്ടല്ലോ, ഈ ടൈം വമ്പയേഴ്സ് ഉണ്ട്. അതായത് നിങ്ങളുടെ സമയം, ടൈം അപഹരിച്ചെടുക്കുന്ന രക്തരക്ഷസുകളുണ്ട്. നിങ്ങളുടെ എനർജി അപഹരിക്കുന്ന എനർജി വമ്പയേഴ്സ് ഉണ്ട്. നിങ്ങളുടെ സാധനങ്ങൾ അപഹരിച്ചെടുക്കുന്ന ഗുഡ്സ് വമ്പയേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള രക്തരക്ഷസുകളിൽ നിന്നും നിങ്ങൾ ഓടി ഒളിക്കുക. അവർ നിങ്ങളുടെ സുഹൃത്തുക്കളെന്നല്ല. അവർ ചിരിച്ച് മാലാഖയെപ്പോലെ വന്നു. പക്ഷെ അടുത്തെത്തി നിങ്ങളെ പുണർന്നപ്പോൾ അവരുടെ ഒളിപ്പിച്ചു വെച്ച പല്ലുകൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് ഇറങ്ങുകയാണ്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി നിങ്ങളുടെ ചോരയും നീരും അവർ കുടിക്കുകയാണ്. അതിന് ആരെയും ഇടവരുത്താതിരിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ചങ്ങാതി, ഞാൻ വീണ്ടും പറയുകയാണ്, ദൈവം കരുണയാണ്, കരുണയ്ക്കുള്ളിലെ കരുണയ്ക്കുള്ളിലെ കരുണയാണ്. പക്ഷേ ഈ ദൈവത്തെ പ്രതി അമിത കാരുണ്യം കാട്ടി നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നശിപ്പിക്കരുത്. നല്ല യാത്ര നേരുന്നു.